ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹമാസും ഇസ്രയേലുമായി വെടിനിർത്തൽ കരാർ ഉറപ്പിച്ചു. നാളെയോ മറ്റന്നാളോ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇരുകൂട്ടരും സമ്മതിച്ചതായി ഇന്നത്തെ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസും ഇസ്രയേലുമായുള്ള ചില തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും മധ്യസ്ഥരുടെ അഭിപ്രായത്തെ മാനിച്ച് വെടിനിർത്തലിന് സമ്മതിക്കുന്നു എന്നാണ് ഹമാസ് അറിയിച്ചത്. ജനുവരി 20 മുൻപ് ബന്ദ് കൈമാറ്റം നടന്നില്ലെങ്കിൽ ഗസ നരകമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ശരിക്കും നെതന്യാഹുവിനെയാണ് ബാധിച്ചത്. ബന്ദ് കരാറിന് തയ്യാറാവാത്തത് കൊണ്ട് നെതന്യാഹുവിനെ ട്രംപ് തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ട്രംപിനെ പിടക്കാൻ നെതന്യാഹു തയ്യാറല്ല എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. വെടിനിർത്തലിന് ശേഷം ഹമാസ് നിർദ്ദേശിക്കുന്ന ബന്ദികളെ കൈമാറിക്കഴിഞ്ഞ് വീണ്ടും ഗസയെ ആക്രമിക്കില്ല എന്നുള്ള കാര്യത്തിൽ നെതന്യാഹുവിൻ്റെ ഉറപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് ഇന്ന് തന്നെ വെടിനിർത്തൽ കരാർ നടപ്പിൽ വരാത്തത്. അക്കാര്യത്തിൽ ഹമാസും കൃത്യമായി ഒരു കരാർ ആവശ്യപ്പെടുന്നു. അതേസമയം യുദ്ധം അവസാനിപ്പിച്ച് മുഴുവൻ ബന്ദികളെയും തിരിച്ചെടുത്തേ മതിയാവൂ എന്ന ആവശ്യം ഉന്നയിച്ച് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ലോകമെമ്പാടും നടത്തുന്ന പ്രതിഷേധങ്ങൾ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, ഇസ്രായേലിലെ 200-ലധികം ഡോക്ടർമാരും ഫിസിഷ്യന്മാരും അടങ്ങുന്ന ഇസ്രായേൽ മെഡിക്കൽ അസോസിയേഷൻ നിലവറയ്ക്കുള്ളിൽ കഴിയുന്ന ബന്ദികളുടെ ആരോഗ്യസ്ഥിതിയുടെ സത്യാവസ്ഥ നെതന്യാഹുവിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണവും വെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ തിരക്കേറിയതും മോശം സാഹചര്യത്തിലുമാണ് എല്ലാ ബന്ദികളും കഴിയുന്നത് എന്നാണ് ഡോക്ടർമാർ നെതന്യാഹുവിനെ ധരിപ്പിച്ചത്. കൂടാതെ എല്ലാ ബന്ദികളും കടുത്ത പോഷകാഹാരക്കുറവ്, നിർജ്ജലീകരണം, ഒന്നിലധികം അവയവങ്ങളുടെ പരാജയം, ഗുരുതരമായ അണുബാധകൾ എന്നിവയാൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റൊന്ന്, തുരങ്കങ്ങളിൽ താമസിക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. ഈ ശ്വാസകോശ രോഗങ്ങൾ ബന്ദികളുടെ ജീവിതകാലം മുഴുവൻ അവരെ പിന്തുടരും എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. അതുതന്നെയല്ല, ഗസയിലെ ശൈത്യകാലം ബന്ദികളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നു. കുറഞ്ഞ താപനില, ചൂടിന്റെ അഭാവം, ബന്ദികളുടെ ദുർബലമായ പ്രതിരോധശേഷി എന്നിവ അവരെ ഹൈപ്പോതെർമിയയ്ക്കും ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾക്കും ഇടയാക്കുന്നു. ഇവരുടെ ഈ രോഗാവസ്ഥയ്ക്ക് പുറമെ ബന്ദികളുടെ ഒറ്റപ്പെടൽ, ശാരീരികമായ ദുർബലത, നിരന്തരമായ ഭീഷണികൾ, നിസ്സഹായാവസ്ഥ, കടുത്ത മാനസിക നിലതെറ്റലും അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി. ഇനിയും യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ വീണ്ടെടുക്കാൻ നെതന്യാഹു തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ കൂട്ടമരണമായിരിക്കും സംഭവിക്കുക എന്ന് ഡോക്ടർമാർ നെതന്യാഹുവിന് താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവും. നിങ്ങൾ ഹമാസിന്റെ ഏത് നിബന്ധനകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു തരണമെന്ന് ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നെതന്യാഹുവും ഇപ്പോൾ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ ഒരു യുദ്ധവിരാമ കരാറിന് തയ്യാറായിരിക്കുന്നു. എന്നിട്ടും അയാളുടെ ഉള്ളിലുള്ള യുദ്ധമോഹം അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്.